നമസ്കാരം. 2 ദിവസം മുൻപ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 24 ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ചിലരുടെ തലക്കേറ്റ കനത്ത അടിയാണ്. അതിലേറ്റവും പ്രധാനി കോൺഗ്രസുകാരി എന്ന് അവകാശപ്പെടുന്ന MA ഷഹനാസ് എന്ന സ്ത്രീയാണ്. രാഹുലിനെതിരെ വന്ന പരാതികളെല്ലാം ഒരേ തരത്തിലുള്ളതായിരുന്നു. വെറുപ്പുളവാക്കുന്നതും അറപ്പുളവാക്കുന്നതുമായിരുന്നു. ഉയർന്ന 3 പരാതികളിലും പൊരുത്തക്കേടുകളും യുക്തിക്ക് നിരക്കാത്ത വസ്തുതകളും ഉണ്ടായിരുന്നു. അതായത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ആരൊക്കെയോ ഗൂഢാലോചന നടത്തി ഒരാളെ തകർക്കാൻ തയ്യാറാക്കിയ പദ്ധതിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷഹനാസിലേക്ക് മടങ്ങി വരാം. യഥാർത്ഥത്തിൽ ഇത്തരം സ്ത്രീകൾക്ക് ആർക്കെതിരെയും എന്തും പറയാനുള്ള ധൈര്യം കൊടുക്കുന്നത് ഈ രാജ്യത്തെ നിയമമാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനമായിരുന്നു അയാൾ നേരിട്ടത്. ഒരുപക്ഷെ ഷഹനാസ് അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമത്തിന് ഇത്തരമൊരു അഭിമുഖം നൽകുമെന്നോ അതിലൂടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ഇങ്ങനെ ചിലരുടെ ഉച്ചിയിലേറ്റ അടിയായിരുന്നു ആ അഭിമുഖം. പക്ഷേ തിരിച്ചെന്തെങ്കിലും പറയാതിരുന്നാൽ അത് നാണക്കേടാകും. അതുകൊണ്ടാണ് ഇന്നലെ ഷഹനാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത്. രാഹുൽ 24 ന്യൂസിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഷഹനാസിനെ കുറിച്ച് ചോദിച്ച ഒരു കാര്യം തൻ്റെ പബ്ലിഷിംഗ് കമ്പനിയുടെ ഒരു ഫംഗ്ഷന് വേണ്ടി തന്നെ ദുബായിലേക്ക് ക്ഷണിച്ചു എന്നാണ്. അതിൻ്റെ ചാറ്റ് തൻ്റെ കൈവശമുണ്ടെന്നും അത് കാണിക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് ആ ചാറ്റുകൾ പുറത്തുവിടാൻ തയ്യാറാണോ എന്നുള്ളതുമാണ്. കർഷക സമരത്തിന് പോയി വന്ന തന്നോട് ഇനി പോകുമ്പോൾ നമുക്കൊന്നിച്ചു പൊയ്ക്കൂടെ എന്ന് രാഹുൽ ചോദിച്ചു എന്നാണ് ഷഹനാസ് മുമ്പ് പറഞ്ഞത്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ താൻ പ്രതികരിച്ചെന്നും ഷഹനാസ് പറയുന്നുണ്ട്. കർഷക സമരം നടന്നത് 2020-ലാണ്. ഷഹനാസ് രാഹുലിനെ ദുബായിലേക്ക് ക്ഷണിച്ചത് 2024-ലാണ്. അതായത് രാഹുൽ തന്നോട് മോശം പരാമർശം നടത്തിയെന്നും താൻ അതിനെതിരെ പ്രതികരിച്ചെന്നും ഷഹനാസ് ആരോപിക്കുന്നത് 2020-ൽ നടന്ന സംഭവമാണ്. പക്ഷേ അതിനും 4 വർഷങ്ങൾക്കു ശേഷം 2024-ലാണ് ഷഹനാസ് രാഹുലിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് കള്ളം പറയുന്നത്? എന്നു മാത്രമല്ല, താൻ മോശമായി പെരുമാറിയപ്പോൾ ഷഹനാസ് തന്നോട് പ്രതികരിച്ചെന്നു പറയുന്ന ചാറ്റ് പുറത്തുവിടാനും രാഹുൽ പറയുന്നുണ്ട്. താൻ ആ ചാറ്റ് വേണമെങ്കിൽ ഹാഷ്മിയെ കാണിക്കാമെന്നും രാഹുൽ പറയുന്നുണ്ട്. രാഹുൽ മിനിഞ്ഞാന്നാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. ചാറ്റുകൾ കാണിക്കാമെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ന്യായീകരിച്ച് നാണം കെട്ട ഷഹനാസ് എന്തുകൊണ്ട് അന്നത്തെ ആ ചാറ്റുകൾ പുറത്തുവിടുന്നില്ല? അവരല്ലേ അത് മാധ്യമങ്ങളെ കാണിക്കേണ്ടത്? എന്തുകൊണ്ടത് ചെയ്തില്ല? പിന്നെ പെണ്ണാണെന്നുള്ള ആനുകൂല്യമുള്ളത് കൊണ്ട് ആരെക്കുറിച്ചും ഏതാണിനെക്കുറിച്ചും എന്തും പറയാം. ഈ പീഡനാരോപണം ഉയർന്നു വന്നതിനു ശേഷം, അതായത് ആദ്യത്തെ ആരോപണവും ചാറ്റുകളും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞ് ഓഗസ്റ്റിനു ശേഷം ഷഹനാസ് തന്നോട് നീ ഡിഫമേഷന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞതായി രാഹുൽ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവ് തൻ്റെ കയ്യിലുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. താൻ പറയുന്നത് സത്യമാണെങ്കിൽ ആ ചാറ്റുകളെല്ലാം ഇന്നലെ ഷഹനാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യക്തമായി. ഇനി ഷഹനാസ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു പരാമർശം വന്നിരുന്നു. അത് ഷഹനാസിനെ നന്നായി അറിയാവുന്ന ആരോ കുത്തിപ്പൊക്കിയതാണെന്ന് വ്യക്തം. ആ കമൻറ്റ് ഇങ്ങനെയാണ്: 2014-ൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ PG വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെൻറ്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. ഇതായിരുന്നു ആ പരാമർശം. ഇത് ഷഹനാസിനെ കുറിച്ച് അറിയാവുന്ന ആരോ ആയിരിക്കാം എഴുതിയത്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം, 2024-ൽ പിണറായി വിജയൻ്റെ പോലീസ് രാഹുലിൻ്റെ വീട് വളഞ്ഞ് പുലർച്ചെ പിടികൂടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന്, അതായത് 2024 ജൂൺ 9-ന് ഷഹനാസ് ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതിയിരുന്നു. അതിങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ യുവജനതയെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ മാത്രം ക്രിമിനൽ കുറ്റമാണോ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ ശബ്ദമുയർത്തുന്നതും പ്രതികരിക്കുന്നതും?
പേര് കൊള്ളാം, നവകേരളം. സമരങ്ങൾ ഡിവൈഎഫ്ഐ ചെയ്യുമ്പോൾ ജനകീയം, ജനാധിപത്യത്തിൽ അധിഷ്ഠിതം. മറ്റ് യുവജന സംഘടനകൾ ചെയ്യുമ്പോൾ ജനാധിപത്യ വിരുദ്ധം. വെറുതെയല്ല, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് കോടതിയും പോലീസും എന്ന് വീരവാദം മുഴക്കുന്നത്. ഷഹനാസ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2024 ജൂൺ 9-നാണ്. രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് ഇവർ പറയുന്നത് 5 വർഷങ്ങൾക്ക് മുൻപ് 2020-ലാണ്. മോശമായി പെരുമാറിയ ഒരാളോട് എങ്ങനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും സൗഹൃദം പുലർത്തുന്നത്? അത് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി തിരുവനന്തപുരത്തു നടന്ന നിയമസഭാ പുസ്തകോത്സവത്തിൽ മറ്റൊരു സ്ത്രീ പീഡകനും ഇടതുപക്ഷ MLA-യുമായ മുകേഷിനോടൊപ്പം നിന്നെടുത്ത ഫോട്ടോ വളരെ അഭിമാനത്തോടെ ഷഹനാസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇടത് പീഡനവും ഇടത് പീഡകരും ഷഹനാസിന് വിഷയമേയല്ല. രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന ആരോപണം ഉയർന്നു വന്ന് അയാൾ ഒളിവിൽ പോകുന്ന സമയത്താണ് മറ്റൊരു ഇടതു സഹയാത്രികനായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗികാരോപണം ഉയർന്നു വരുന്നത്. അതിലൊന്നും ഷഹനാസിന് യാതൊരു പ്രശ്നവുമില്ല. രാഹുലിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇന്നലെ ഗത്യന്തരമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് രാഹുലിനെ വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടു. വേറെ മാർഗമില്ലല്ലോ. ഷഹനാസിനും ഷഹനാസിനെ പോലെയുള്ളവർക്കും രാഹുലിനെ എന്തും പറയാം. കാരണം ഷഹനാസ് പെണ്ണാണ്. പക്ഷേ രാഹുലിന് തിരിച്ചു പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം രാഹുൽ ആണാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണം. താനൊരു കോൺഗ്രസ്സുകാരിയാണെന്നാണ് ഷഹനാസ് അവകാശപ്പെടുന്നത്. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് അടഞ്ഞ അധ്യായമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടിവരയിട്ട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ്സുകാരി എന്നവകാശപ്പെടുന്ന ഷഹനാസ് ഇപ്പോഴും ആ വിഷയം അനാവശ്യമായി ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഷഹനാസിൻ്റെ ഈ അല്പത്തരങ്ങൾ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ മനസ്സിലാക്കണം. ഷഹനാസിന് താക്കീത് നൽകുകയോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ആണ് ചെയ്യേണ്ടത്. കാരണം ഷഹനാസ് CPM-ന് വേണ്ടി കോൺഗ്രസിനകത്തു നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് നടപടിയെടുക്കേണ്ടത് ഇത്തരക്കാർക്കെതിരെയാണ്. അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം നമ്മുടെ നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതൊക്കെ ആ ബന്ധത്തിൽ പങ്കാളികളായ സ്ത്രീകളുടെ സമ്മതത്തോടെയാണ് എന്നാണ്. അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നുമുണ്ട്. ഇതൊരായുധമാണ്. എതിരാളികളെ തകർക്കാൻ ചിലർ കണ്ടെത്തിയ ഒരു ആയുധം. ഒരു പെണ്ണുകാസാണെങ്കിൽ അത് അത്രയ്ക്കത്രയുള്ളൂ. എന്നാൽ ഇതുപോലെ അതിക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിന് വിലക്കെടുത്താൽ എതിരാളിയെ ഒരിക്കലും തലപൊക്കാത്ത വിധം തകർക്കാം. അത് രാഹുലിൽ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു. ഇനിയും ഇത്തരം ആരോപണങ്ങളും വേട്ടയാടലുകളും ഉണ്ടാകും. അത് ആർക്കെതിരെയാണ് എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ.